ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനസർവീസായിട്ടാണ് ചെയ്യണത്. ഫുള്ളായിട്ട് നമ്മളെല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട്. ഫസ്റ്റിനെ നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തിയപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം കംപ്ലയിൻ്റ് ഉണ്ട്. വണ്ടി ഓടിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗം നല്ല വൈബ്രേഷൻ, ഹാൻഡിലൊക്കെ നല്ല വൈബ്രേഷൻ, ആ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ജനസർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ക്ലച്ച്, എയർ ഫിൽറ്റർ എല്ലാ ഭാഗങ്ങളും അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ആദ്യം നമുക്ക് ബെൽറ്റ് നോക്കാം. ബെൽറ്റ് കണ്ടോ, ബെൽറ്റ് ഇവിടുത്തെ ഓരോ ലെയറും പൊട്ടിപ്പോയിരിക്കുകയാണ്. നമുക്ക് ബെൽറ്റ് മാറ്റണം. എന്നിട്ട് അങ്ങനെ പൊട്ടൽ മാത്രമല്ല ചെയ്തിരിക്കണം. കണ്ടോ ഈ സൈഡ് കണ്ടോ, ബെൽറ്റിൻ്റെ ഈ തിക്നെസ് കണ്ടോ, ഈ ഒരു വീതി അത്യാവശ്യം നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാണിച്ചത് ഈ ഒരു വീലും ഈ വീലിൻ്റെ ഈ സൈഡ് കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പുണ്ട്. അതുപോലെ ഈ വേരിയേറ്റർ ബോഡി അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് ആ ബെൽറ്റ് വർക്ക് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടി സെറ്റായിട്ട് ഇരുന്നിട്ടാണ് ഇതിൻ്റെ ഉള്ളിലാണ് ആ ബെൽറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വേരിയേറ്റർ ബോഡി അതുപോലെ ഈ ഒരു ക്ലച്ചിൻ്റെ ഈ ഒരു വീല് നമുക്ക് മാറ്റിക്കളയണം. അതുപോലെ അതിൻ്റെ ഈ ബോസ് ഡ്രൈവ് ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ ഷേക്കായിട്ടുണ്ട്. ആ ബോസ് ഡ്രൈവ് നമുക്ക് മാറ്റണം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ റോളർ വെയിറ്റുകളൊക്കെ ഫുള്ളായിട്ട് തേയ്മാനം വന്നിരിക്കണം. ആ റോളർ വെയിറ്റും മാറ്റണം. പിന്നെ അതിൻ്റെ ക്ലച്ച് പുള്ളിയുടെ ഇതിൻ്റെ ഉള്ളിലാണ് ആ ഒരു ബെൽറ്റിൻ്റെ ഒരു സൈഡ് ഭാഗം വർക്ക് ചെയ്യുന്നുണ്ട്. ആ സൈഡ് കണ്ടോ ഫുള്ളായിട്ട് തുരുമ്പെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ക്ലച്ച് പുള്ളി മാറ്റണം. അതുപോലെ ഈ ക്ലച്ച് ഇതൊരു 2-3 പീസായിട്ടാണ് വരുന്നത്. ഇത് ക്ലച്ച് ഷൂ, ഇത് 2 ക്ലച്ച് പുള്ളി, അങ്ങനെ ഫുള്ള് 3 പീസായിട്ട് വന്നിട്ട് ഒരു സെറ്റ് ഗ്രീസോ കൊടുത്ത് സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ. അപ്പോൾ ഈ യൂണിറ്റ് നമുക്ക് ഈ 2 യൂണിറ്റും മാറ്റണം. അതുപോലെ ഈ വേരിയേറ്റർ ബോഡി ഈ വെയിറ്റ് മാറ്റിക്കഴിഞ്ഞാലാണ് ഈ ബെൽറ്റിൻ്റെ ഈ സൈഡിലുള്ള തേയ്മാനം ആ കംപ്ലയിൻറ്റ് മാറുള്ളൂ കേട്ടോ. തൽക്കാലം ഇപ്പോൾ നമുക്ക് ബെൽറ്റ് മാത്രം മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കംപ്ലയിൻറ്റ് മാറും. വീണ്ടും കുറച്ച് ഓടി കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ആ കംപ്ലയിൻറ്റ് കാണിക്കും. അപ്പോൾ അത് മാറ്റിക്കഴിഞ്ഞാലാണ് ആ ക്ലച്ചിൻ്റെ ഭാഗം ക്ലിയർ ആവുള്ളൂ. അതുപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്ററൊക്കെ നല്ല രീതിയിൽ ബ്ലോക്കാണ് കിടക്കുന്നത്. കമ്പനി ഫിൽറ്ററൊന്നുമല്ല, ഏതോ ഒരു കുറഞ്ഞ ബ്രാൻഡ് ഫിൽറ്ററാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എയർ ഫിൽറ്റർ മാറ്റണം. എയർ ഫിൽറ്റർ മാറ്റുന്ന കൂട്ടത്തിൽ തന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ പ്ലഗ് കൂടി നമുക്ക് ഒരുമിച്ചാണ് മാറ്റേണ്ടത്. അതുകൂടി മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ആക്കാൻ. പിന്നെ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് സ്പീഡോമീറ്ററും അതുപോലെ ഫ്യൂൽ മീറ്ററും കംപ്ലൈൻ്റാണ്. അതിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് മീറ്ററാണ് കേട്ടോ. കണ്ടോ ഈ മീറ്റർ, ആ ഫ്യൂൽ മീറ്ററിൻ്റെ സൂചിയും കിലോമീറ്ററിൻ്റെ സൂചികളും രണ്ടും ഒരു സൈഡിലേക്ക് വന്ന് സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അത് ആ മീറ്ററിൻ്റെ കംപ്ലയിൻ്റാണ്. മീറ്റർ മാറ്റിക്കഴിഞ്ഞാലാണ് അത് ക്ലിയർ ആവുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ ഈ കേബിളും കംപ്ലയിൻ്റ് ഉണ്ട്. വീലിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ക്രൗണും പിന്നീടും കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് മാറ്റിക്കഴിഞ്ഞാലാണ് സ്പീഡോമീറ്ററും ഫ്യൂൽ മീറ്ററും കറക്റ്റ് ആവുള്ളൂ കേട്ടോ. പിന്നെ ഫ്രണ്ടിലെ ബ്രേക്കിൻ്റെ കേബിളും ബാക്കിലെ ബ്രേക്കിൻ്റെ കേബിളൊന്നും കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഫ്രണ്ട് ഷോക്കപ്പിൻ്റെ പുഷായാലും ലിങ്ക് പുഷായാലും നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി. അതുപോലെ നമ്മളതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് ആംബ്രോണോ പറഞ്ഞ ഒരു കമ്പനിയുടെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിൽ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. എന്നാൽ പോലും നമ്മൾ ബാറ്ററിക്ക് വല്ല കംപ്ലയിൻ്റ് ഉണ്ടെന്നും കൂടി ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.7 മാക്സിമം വോൾട്ട് കിട്ടുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ബാറ്ററിക്ക് വല്ല കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ബാറ്ററി ഒക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. നിലവിൽ ബാറ്ററിക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റാറായിരുന്നു. അപ്പോൾ എഞ്ചിൻ ഓയിലും കൂടി മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വണ്ടി ഒരു പൊട്ടൽ സൗണ്ടിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞത് നമുക്ക് ഈ ഒരു യൂണിറ്റ് അയച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് അതിൻ്റെ ഉള്ളിൽ കാർബൺ കയറിയിരിക്കുന്നുണ്ടോ, അതിൻ്റെ ഒരു കംപ്ലയിൻ്റാണ് കാണിക്കുന്നത്, ആ പൊട്ടൽ സൗണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് നിലവിൽ വർക്ക് ഉണ്ട്. അതിൻ്റെ ക്ലച്ചിൻ്റെ ഉള്ളിലാണ് നമുക്ക് കൂടുതൽ വർക്ക് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സ്പീഡോമീറ്റർ അസംബ്ലി മാറ്റണം, കേബിള്, എയർ ഫിൽറ്റർ, പ്ലഗ് ഒക്കെ മാറ്റണം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ബാക്ക് വീലും കൂടി അഴിക്കേണ്ടത്. ബാക്ക് വീലിൻ്റെ ബാക്കിലെ ബ്രേക്സും നമുക്ക് മാറ്റണം. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റ് ആയിട്ടുണ്ടോ, ഫുള്ളായിട്ട് ക്യാമ് ഫുള്ളായിട്ട് കയറിപ്പോണ്ട്. നമുക്ക് ഞാൻ ഇപ്പോൾ ഫ്രണ്ട് വീൽ അഴിച്ചുകൊണ്ടാണ് ബാക്ക് അഴിക്കാറുള്ളത്. അത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് വീലും കൂടി അഴിച്ചിട്ടൊന്ന് വേണം ക്ലീൻ ചെയ്യാൻ. അപ്പോൾ ബാക്കിലെ ബ്രേക്സും നമുക്ക് ഇതിട്ട് മാറ്റണം കേട്ടോ. അപ്പോൾ ഇതടക്കം തന്നെയുള്ള ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. അതിൻ്റെ ക്ലച്ചിൻ്റെ ഉള്ളിൽ വരുന്ന വർക്ക്, പ്ലഗ്, എയർ ഫിൽറ്റർ, എഞ്ചിൻ ഓയിൽ, ബാക്കിലെ ബ്രേക്സ്, സ്പീഡോമീറ്റർ അസംബ്ലി, കേബിള്, അതിൻ്റെ പിനിയൻ സെറ്റ്, ഇതെല്ലാം അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. ഏത് രീതിയാണ് അങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ.